പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ പുതുതായിട്ട് ലോഞ്ച് ചെയ്ത ആൾ-ഇൻ-വൺ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ പിക്സിമ G3770 എന്ന പ്രിന്റർ എങ്ങനെ സ്കാൻ ചെയ്യാമെന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. വീഡിയോ കാണുന്ന മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നേരെ വീഡിയോയിലോട്ട് പോകാം. സ്കാൻ ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മുടെ ഡോക്യുമെന്റ് പ്രിന്ററിന്റെ സ്കാനർ ഗ്ലാസ്സിൽ വെക്കണം. ഇപ്പോൾ ഇവിടെ ഇതാണ് സ്കാനർ ഗ്ലാസ് വരുന്നത്. ഇവിടെ ഈ ഒരു കോർണറിലേക്ക് അടുപ്പിച്ചാണ് നമ്മൾ ഡോക്യുമെന്റ് വെക്കേണ്ടത്. ഞാനിപ്പോൾ ഒരു ഡോക്യുമെന്റ് എടുത്തു, അത് ഇതേപോലെ തിരിച്ചു വെക്കുക, എന്നിട്ട് ആ ഒരു കോർണറിലേക്ക് അടുപ്പിച്ച് വെക്കണം. ഓക്കെ, എന്നിട്ട് ഡോറ് ക്ലോസ് ചെയ്യുക. സ്കാനിങ്ങിന് നമ്മൾ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്യുന്ന കൂടെ തന്നെ സ്കാനർ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഈ കാണുന്ന IJ സ്കാൻ യൂട്ടിലിറ്റി എന്നൊരു സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ കാനോൺ യൂട്ടിലിറ്റീസിലുണ്ടാവും IJ സ്കാൻ യൂട്ടിലിറ്റീസ് എന്നുള്ളത്. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഉണ്ടാവുക? ഞാനൊരു എളുപ്പത്തിന് വേണ്ടിയാണ് ഈ സോഫ്റ്റ്വെയർ ജസ്റ്റ് ഡെസ്ക്ടോപ്പിലേക്ക് ഷോർട്ട് കട്ടായിട്ട് കോപ്പി ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് ആ ഫയലൊന്ന് ഓപ്പൺ ചെയ്യാം. ആ ഫയലിൻ്റെ ഫോൾഡർ ലൊക്കേഷൻ ഓപ്പൺ ചെയ്യാം. എന്നിട്ട് ആ ഫയൽ ജസ്റ്റ് അതിൻ്റെ Ctrl+C അടിച്ചാൽ ജസ്റ്റ് കോപ്പി ചെയ്താണ്ട് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ടായിട്ട് ഇടാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് ഉപയോഗിക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഡെസ്ക്ടോപ്പിൽ ഷോർട്ട് കട്ടായിട്ട് ഇട്ടിട്ടുണ്ട്, കണ്ടില്ലേ? ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് സ്കാൻ നൗ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമുക്ക് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നത്. ഇതിൽ ഡോക്യുമെൻറ്റ്, ഫോട്ടോ എന്ന രണ്ട് ഓപ്ഷനാണ് മെയിനായിട്ട് വരുന്നത്. കണ്ടില്ലേ? ഡോക്യുമെൻറ്റ്, ഫോട്ടോ. ഡോക്യുമെൻ്റ് ആകുമ്പോൾ PDF സേവ് ചെയ്യും, ഫോട്ടോ ആകുമ്പോൾ ഫോട്ടോ മോഡിൽ JPEG ആയിട്ടായിരിക്കും സേവ് ചെയ്യുക. പിന്നെ ഇതിൻ്റെ താഴെ OCR ഉണ്ട്, സ്റ്റിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, സ്കാൻ ഗിയർ ഉണ്ട്, PDF എഡിറ്റർ ഉണ്ട്. ഈ സ്കാൻ ഗിയർ എന്താണെന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണിച്ചു തരാം. അപ്പോൾ മെയിൻലി സ്കാൻ ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഈ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ ഫോട്ടോ എന്ന രണ്ട് ഓപ്ഷനാണ്. അവിടെ അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഡോക്യുമെൻറ്റ് എന്നുള്ള അവിടെ ക്ലിക്ക് ചെയ്യുകയാണ്. ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി സ്കാനിങ് സ്റ്റാർട്ട് ആവുന്നതാണ്. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ലാസ്റ്റ് ഫിനിഷ് ആയി കഴിഞ്ഞാൽ ചെറിയൊരു മെസ്സേജ് വരുന്നത് കാണാൻ സാധിക്കും. സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മെസ്സേജ് വരും. അവിടെ എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ ഫയൽ നേരെ ഡോക്യുമെൻറ്റ്സ് എന്ന ഫോൾഡറിൽ സേവ് ആവുന്നതാണ്. അതിന് താഴെ ടു കണ്ടിന്യൂ സ്കാനിങ് എന്ന ഓപ്ഷൻ ഉണ്ട്, അത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് എക്സിറ്റ് കൊടുത്തപ്പോൾ നമ്മൾ ആ ഫയൽ അവിടെ കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തിട്ടുണ്ട്. ഡോക്യുമെൻ്റ് എന്ന ഫോൾഡറിലാണ് ഡിഫോൾട്ടായിട്ട് സേവ് ആവുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ചേഞ്ചസ് വരുത്താവുന്നതാണ്. അപ്പോൾ നമ്മൾ വീണ്ടും ഒന്ന് സ്കാൻ ചെയ്യുകയാണ്. നിങ്ങൾ അവിടെ ഒരു മെസ്സേജ് കണ്ടതായിട്ട് കാണാൻ സാധിക്കും. അവസാന ഭാഗത്തെത്തുമ്പോൾ സ്കാൻ എക്സിറ്റ് എന്ന രണ്ട് ഓപ്ഷന്. അപ്പോൾ ആ സ്കാനിൻ്റെ ഓപ്ഷൻ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ വീണ്ടും ഡോക്യുമെൻ്റ് നിന്ന് അവിടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഓക്കെ, സ്കാനിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഇതേപോലെ ഒരു മെസ്സേജ് വരും. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ടു കണ്ടിന്യൂ സ്കാനിങ് പ്ലേസ് ദ നെക്സ്റ്റ് ഒറിജിനൽ ആൻഡ് ക്ലിക്ക് എന്ന സ്കാനിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാനാണ് പറയുന്നത്. അതായത് നമുക്കൊരു മൾട്ടി പേജസ് ആയിട്ട് സ്കാൻ ചെയ്യാനുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു PDF ഫയലിൻ്റെ ഉള്ളിൽ 1, 2, 3 അങ്ങനെ കുറേ ഡോക്യുമെൻറ്റ് വരണമെന്നുണ്ടെങ്കിൽ അതിനാണ് ഈ സ്കാൻ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്, മൾട്ടി പേജ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ അടുത്ത ഡോക്യുമെൻറ്റ് വെക്കുക. അടുത്ത ഡോക്യുമെൻറ്റ് വെച്ചതിന് ശേഷം ഈ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വീണ്ടും സ്കാനിങ് ആവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇതേപോലെ മെസ്സേജ് വരുന്നതാണ്. അപ്പോൾ വീണ്ടും നിങ്ങൾ ആ സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും സ്കാനിങ് ആവും. അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് ഡോക്യുമെൻ്റ് ഉണ്ടോ ആ ഡോക്യുമെൻ്റ് അത്രയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം എക്സിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അത്രയും സ്കാൻ ചെയ്ത എത്ര പേജസ് ആണോ ആ പേജസ് എല്ലാം ഒരു PDF-ൻ്റെ ഉള്ളിൽ തന്നെ, ആ ഒരു PDF ഫയലിൻ്റെ ഉള്ളിൽ തന്നെ അത് സേവ് ആവുന്നതാണ്. ഞാൻ ഇപ്പോൾ ഒന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാൻ വീണ്ടും സ്കാൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. വീണ്ടും സ്കാനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്കാനിങ് കംപ്ലീറ്റ് ആയ നേരത്തെ നമ്മൾ കണ്ട അതേ മെസ്സേജ് പിന്നെ ഓപ്പണായി വരുന്നതാണ്. ഓക്കെ, വെയിറ്റ് ചെയ്യുക. യെസ്, കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, വീണ്ടും ആ മെസ്സേജ് വന്നു. നിങ്ങൾ അടുത്ത ഡോക്യുമെൻറ്റ് വീണ്ടും വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? വീണ്ടും സ്കാൻ നിങ്ങൾ കൊടുക്കുക. എത്രത്തോളം നിങ്ങൾ കഴിഞ്ഞതിന് ശേഷം എക്സിറ്റ് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫയൽ സേവ് ആവുന്നതാണ്. നിങ്ങൾ അതിൻ്റെ പ്രിവ്യൂ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ 2 തവണയാണ് നമ്മൾ സ്കാനിങ് കൊടുത്തത്. അതുകൊണ്ട് ഇവിടെ 2 ഫയലായിട്ടാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. 1, 2 അങ്ങനെ 2 പേജസ് ആയിട്ട് സേവ് ചെയ്തിട്ടുണ്ട് ഒരു ഫയലിൻ്റെ ഉള്ളിൽ തന്നെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു മെത്തേഡ് ഉപയോഗിക്കുന്നത്. ഇനി നിങ്ങൾക്ക് OCR വേണമെങ്കിൽ ഉപയോഗിക്കാം. പിന്നെ ഈ സ്കാൻ ഗിയറിൻ്റെ ഒരു ഓപ്ഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ക്രോപ്പ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു സ്കാൻ ഗിയർ എന്ന ഈ ഒരു ടൂളിലുണ്ട്. അപ്പോൾ ഞാനത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി തരാം. ഓപ്പൺ ആക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും പ്രിവ്യൂ സ്കാനറിൻ്റെ ഓപ്ഷന്. അപ്പോൾ ഞാൻ ജസ്റ്റ് പ്രിവ്യൂ എന്ന് ക്ലിക്ക് ചെയ്തപ്പോൾ നമ്മൾ ആ സ്കാനർ ഗ്ലാസ്സിൽ വെച്ച ഡോക്യുമെൻറ്റ് ചെറിയൊരു പ്രിവ്യൂ രൂപം ഇവിടെ നിങ്ങൾക്ക് തെളിഞ്ഞു വരുന്നത് കാണാൻ സാധിക്കും. ഓക്കെ, യെസ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഇതേപോലെ ക്രോപ്പ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അതിനാണ് ഈ സ്കാൻ ഗിയർ എന്ന ഈ ടൂൾ മെയിൻലി യൂസ് ചെയ്യുന്നത്. അത് സെലക്ട് ചെയ്തതിന് ശേഷം ഈ സ്കാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പോർഷൻ മാത്രമേ സ്കാൻ ആവുകയുള്ളൂ.
അത് നമ്മളെ ഡോക്യുമെൻറ്റ്സിൻ്റെ ഫോൾഡറിൽ തന്നെ സേവ് ആവുന്നതാണ്. കണ്ടില്ലേ, ഇതാണ് നമ്മൾ അത്രയും ഭാഗം മാത്രമേ സ്കാൻ ആയിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ക്രോപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് സ്കാൻ ഗിയർ എന്ന ടൂൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കത് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ ഇനി ഈ സെറ്റിങ്സിൻ്റെ ഉപയോഗം എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. സെറ്റിങ്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു. അവിടെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. ഇവിടെ ഓട്ടോ സ്കാൻ പറഞ്ഞാൽ നമ്മൾ ഈ ഓട്ടോൻ്റെ സെറ്റിങ്സാണ് ഈ ഓട്ടോ സ്കാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതേപോലെ ഡോക്യുമെൻ്റ് സെറ്റിങ്സാണ് ഈ ഡോക്യുമെൻ്റ് സ്കാന്. ഫോട്ടോൻ്റെ സെറ്റിങ്സാണ് ഈ ഫോട്ടോ സ്കാന്. കസ്റ്റം സ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കസ്റ്റമിൻ്റെ സെറ്റിങ്സാണ്. അങ്ങനെ ഓരോന്നിനും ഓരോരോ സെറ്റിങ്സുകൾ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ ആവശ്യമുള്ളത് അത് സെലക്ട് ചെയ്യണം. അപ്പോൾ ഞാൻ എക്സാമ്പിളിന് വേണ്ടി ഡോക്യുമെൻറ്റിൻ്റെ സെറ്റിങ്സാണ് മാറ്റാൻ ഉള്ളത് എന്നുണ്ടെങ്കിൽ ഡോക്യുമെൻറ്റ് സ്കാൻ എന്നുള്ള സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ നേരെ റൈറ്റിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ സോഴ്സ് ടൈപ്പ് എങ്ങനെ ഏത് മോഡാണ് വേണ്ടത് എന്നുള്ളതാണ്. അതുപോലെ കളർ മോഡ് എങ്ങനെ വേണമെന്നുള്ളത് നിങ്ങൾ ഇഷ്ടാനുസരണം ഇവിടെ മാറ്റി കൊടുക്കാവുന്ന ഓപ്ഷൻസ് ഉണ്ട്. അതിനാണ് ഈ സെറ്റിങ്സ് എല്ലാം ഉപയോഗിക്കുന്നത്. പിന്നെ ഏത് സൈസ് വേണമെന്നുള്ളത് നിങ്ങൾക്ക് ഇവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ആ ഒരു നിങ്ങൾ ചേഞ്ച് ചെയ്യുന്ന ആ സൈസ് ഏതാണോ ആ സൈസിലായിരിക്കും സേവ് ആവുന്നത്. പിന്നെ റെസൊല്യൂഷൻ അഡ്ജസ്റ്റ് ചെയ്യാൻ ഈ സെറ്റിങ്സിലാണുള്ളത്. നോർമലി 300 dpi ആയിരിക്കും ഉണ്ടാവുക. അത് നിങ്ങൾക്ക് കുറക്കുകയോ കൂട്ടുകയോ ചെയ്യാം. കൂടുന്തോറും ഫയൽ സൈസ് കൂടുന്നതാണ്, കുറയുന്തോറും ഫയൽ സൈസിൻ്റെ കപ്പാസിറ്റി കുറയുന്നതാണ്. പിന്നെ താഴോട്ട് വരുന്ന സമയത്ത് ഫയൽ നെയിം, നമ്മൾ സേവ് ചെയ്യുന്ന ഫയൽ ഇങ്ങനെ ഒരു പേരിലായിരിക്കും ഡിഫോൾട്ടായിട്ട് ഉണ്ടാവുക. അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ടൈപ്പ് ചെയ്താണ് മാറ്റാവുന്നതാണ്. പിന്നെ താഴെ സേവിൻ, ഏത് ഫോൾഡറിലാണ് സേവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. നോർമൽ കേസിൽ ഡോക്യുമെൻറ്റ്സ് എന്ന ഈ ഫോൾഡറിലാണ് സേവ് ആവുക. നിങ്ങൾക്കത് വേറെ ഏതെങ്കിലും ഫോൾഡറിൽ സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതവിടെ മാറ്റി കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ സപ്പോസ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് ഈ ആഡ് എന്നുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അവിടെ നമുക്ക് നമ്മൾ കമ്പ്യൂട്ടറിൽ ഏത് ഫോൾഡറിലാണ് എവിടെയാണ് വേണ്ടത് എന്നുള്ളത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പോൾ ജസ്റ്റ് ആവശ്യമില്ലാത്തതുകൊണ്ട് ക്യാൻസൽ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ താഴെ ഏത് ഫോർമാറ്റാണ് വേണ്ടത്, നമുക്കിവിടെ JPEG വേണമെങ്കിൽ ആക്കാം, PDF സിംഗിൾ പേജ് മാത്രം മതി എന്നുണ്ടെങ്കിൽ അതാക്കാം. അത് നിങ്ങൾ ഇഷ്ടാനുസരണം ആക്കി കൊടുക്കാവുന്നതാണ്. ഇത്രയുമാണ് ഇതിൻ്റെ സ്കാനിങ്ങിന് മെയിൻ സെറ്റിങ്സ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.